ഈ മാസം 9-ാം തീയതിയാണ് നമ്മൾ സർജറി ഫിക്സ് ചെയ്തത്. അങ്ങനെ റൊട്ടേഷൻ പ്ലസ് സർജറിയാണ് ചെയ്തത്. അതായത് പ്രവിൻ്റെ കാല് ഇപ്പോൾ ഇരിക്കുന്നില്ലേ, ഇത് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു കീമോയിലൊക്കെ. ഞാൻ അതൊന്നും ഇവിടെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഛർദ്ദലും കാര്യങ്ങളും മറ്റ് കുറേ കഷ്ടപ്പാടുകൾ, അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. കാരണം വളരെ ചുരുക്കിയാണ് ഞാൻ കുറേശ്ശായിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2025 9-ാം തീയതി നമ്മൾ സർജറിക്കുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു. അങ്ങനെ സർജറി ചെയ്യുന്നു. സർജറിക്ക് മുന്നേ ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ടായി. അതാണ് മെയിനായിട്ട് ഞാൻ ഇന്നിവിടെ പറയാൻ വന്നത്. 7-ാം തീയതി ജനുവരി 7-ാം തീയതി 2025 ജനുവരി 7-ാം തീയതി നമ്മളെ ഡോക്ടർ വിളിക്കുന്നു. അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8-ാം തീയതി അഡ്മിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. 7-ാം തീയതി അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പ്രവിനെ 8-ാം തീയതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമല്ലോ. അപ്പോൾ 7-ാം തീയതി ഞങ്ങൾ അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഒരുക്കി പറക്കി എല്ലാം വെച്ച് അങ്ങനെ റെഡിയായി വന്നതും ഡോക്ടറിൻ്റെ ഒരു കോൾ വരികയാണ്. സർജറി ഡോക്ടറിൻ്റെ കോളാണ്. അപ്പോൾ ഡോക്ടർ വിളിച്ച് ഇങ്ങനെ പറയുകയാണ്, RCCയിലെ മനു സാറാണ് പ്രവിൻ്റെ സർജറിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, അർജൻറ്റായിട്ട് ഒന്നിവിടം വരെ വരാമോ എന്ന് ചോദിച്ചു. ഞാനും അവനും എൻ്റെ അച്ഛനും മോളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഗുണ്ടാണ് അന്നത്തെ ദിവസം മനുസാർ എൻ്റെ തലയിൽ തൂക്കി വെച്ച് കേട്ടോ. അത് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യവും കൂടെയാണ്. 7-ാം തീയതിയാണ്, 9-ാം തീയതി സർജറി എന്ന് പറയുകയും ചെയ്തു. ഉച്ചയ്ക്കാണ് വിളിക്കുന്നത് കേട്ടോ, ഒരു 12:30 ആ ഒരു ടൈമിലാണ് വിളിക്കുന്നത്. അപ്പോൾ സാറിനെ കണ്ടു. കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പം വലിയൊരു ഭാരമാണ് എൻ്റെ തലയിൽ തൂക്കി വെച്ച്. എന്ത് ചെയ്യണം ഏത് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ ഞാൻ അവിടെ അങ്ങനെ ഇരുന്ന് കരഞ്ഞു പോയി. അപ്പോൾ സർജറിക്ക് അരമനസ്സേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്, സത്യം പറഞ്ഞ. അങ്ങനെ സാർ എന്നോട് പറഞ്ഞു, അവന് എത്രയും പെട്ടെന്ന് ഒരു CT സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് സാറ് CT സ്കാൻ എടുക്കുന്നത് എന്ന് ചോദിച്ചു. വല്ല ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞതാണല്ലോ, MRI വരെ നമ്മൾ എടുത്തതാണല്ലോ, ഇനി CT സ്കാൻ എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, ടെൻഷൻ ആവണ്ട എന്ന്. ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കൂടുതൽ ടെൻഷനായത് കേട്ടോ. അപ്പോൾ എന്തായാലും ടെൻഷൻ ആകണ്ട എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറയാണ്, ഞാൻ ഇപ്പോൾ ചിരിക്കുന്നെങ്കിലും ആ സമയത്ത് ഞാൻ ശരിക്കും എന്തോ ഒരു അവസ്ഥയിലായിപ്പോയി. ഡോക്ടർ പറയാണ്, അത് അവന് കിഡ്നിയിലോട്ടോ അങ്ങോട്ടോ വ്യാപിച്ചിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ടെന്ന് സാറ് പറയാണ്. അതിനാണ് CT സ്കാൻ എടുക്കുന്നത്. സ്കാനിങ്ങിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഈ സർജറി വേണ്ട എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ കാലിങ്ങനെ ഒരു സർജറി ചെയ്തിട്ട് പിന്നെ ഒരു കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ മോനെ, എൻ്റെ തലയിൽ എന്താണെന്നറിയാത്ത ഒരു വേദനയും സങ്കടവും കരച്ചിലും. സത്യം പറഞ്ഞ പരിസരം മറന്ന് ഞാൻ അവിടെ ആ ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കാൻ പോയാർത്ത്. CT സ്കാനിന് വേണ്ടി ബില്ലടയ്ക്കാൻ ചേട്ടനാണ് പോയത്. ഞാൻ പുറത്ത് നിന്ന് അവിടെ ആ ബില്ലടയ്ക്കുന്നതിൻ്റെ പുറത്ത് RCCയിൽ വരുന്നവർക്കറിയാം, ആ കണ്ണാടി ചില്ലിൻ്റെ പുറത്തിരുന്ന് അവിടെ ഇരുന്ന് കരയുമായിരുന്നു. കുറേ പേര് വന്നുകൂടി എൻ്റെ കരച്ചിൽ കേട്ട്. അപ്പോൾ എല്ലാവരും കൂടെ ചോദിച്ചു, ചേട്ടനൊടുക്കം വന്നു. ഞാൻ ആരോടും ഒരു മറുപടിയും പറയാൻ പോയില്ല. ചേട്ടൻ വന്നു, ചേട്ടൻ ഇങ്ങനെ കാര്യം പറഞ്ഞു അവരോട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു, സമാധാനമായിട്ടിരിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഈ സമയത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല വേണ്ട, ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവം നല്ല മറുപടി നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നല്ല സങ്കടത്തോടെ അവിടെ ഇരുന്ന് ഞാൻ കുറേ കരഞ്ഞ് തളർന്ന്. CT സ്കാനിങ് അതിൻ്റെ ഒരു നില താഴെയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്ന് കുറേ നേരം ഇങ്ങനെ ഇരുന്നു കരഞ്ഞാണ് ഇരിക്കുന്നത്. കുറേ സമയം ഇരുന്നപ്പോൾ ഡോക്ടർ തന്നെ ഓൾറെഡി നേരത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ CT സ്കാൻ എടുക്കാനുള്ള സമയവുമായി. അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് ഡോക്ടർ പറഞ്ഞു, സ്കാനിങ് മാത്രമേ ചെയ്താൽ മതി, റിപ്പോർട്ടൊന്നും വാങ്ങിക്കാൻ നിൽക്കണ്ട, അത് ഞാൻ തന്നെ ഓൾറെഡി നോക്കിക്കോളാം, നിങ്ങളിങ്ങ് പോന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അതെടുത്ത് കഴിഞ്ഞിട്ട് സ്കാൻ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഡോക്ടറുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു,
ഞാൻ പറഞ്ഞു സ്കാൻ എടുത്ത് കഴിഞ്ഞു ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ കണ്ടു, സ്കാനിങ് റിപ്പോർട്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. കാരണം അവർ അത്രയും ഫാസ്റ്റായിട്ട്, കാരണം സർജറി 9-ാം തീയതി ആയതുകൊണ്ട് ഇന്ന് തന്നെ അഡ്മിറ്റ് ചെയ്യണമെന്ന് ഡോക്ടർ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ അവിടെ സ്കാൻ ചെയ്തതിൻ്റെ റിസൾട്ട്, അല്ലെങ്കിൽ നമുക്ക് 4-5 വർക്കിംഗ് ഡേ ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. ഇതെന്തോ ഡോക്ടർ എമർജൻസി ആണെന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കാം ഈ ഒരു റിസൾട്ട് അത്രയും സ്പീഡോടെ സാറിൻ്റെ ടേബിളിലേക്ക് വന്നത്. എന്തായാലും സാറ് പറഞ്ഞു ഞാൻ കണ്ടു, കുഴപ്പമൊന്നുമില്ല, നമുക്ക് സർജറി ഫിക്സാക്കാം. അത്രയും നേരം ഞാൻ അനുഭവിച്ച വേദന ഒരു കൈയും കണക്കില്ല കേട്ടോ. ഒരു 2-3 മണിക്കൂർ നേരം, 2 മണിക്കൂർ കുറയാതെ അങ്ങനെ എന്നോട് പറഞ്ഞു അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവന് ഇഷ്ടപ്പെട്ട കുറച്ച് ആഹാരങ്ങൾ വീട്ടിലുണ്ടാക്കി വെച്ചിരിക്കുകയാണ് സാർ, അപ്പോൾ അത് ഫുഡ് കൊടുത്ത് അവനെ കൊണ്ടുവന്നാൽ മതിയോ എന്ന് ചോദിച്ചു. സാർ പറഞ്ഞു ആയിക്കോട്ടെ, കുഴപ്പമില്ല, 4 മണിക്ക് മുന്നേ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ കൊണ്ടുവന്ന് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ പിന്നെ വന്ന് 4 മണിക്ക് മുന്നേ അഡ്മിറ്റാക്കി. അപ്പോൾ ഇതാണ് അന്നത്തെ ഒരു ദിവസത്തെ ഒരു 7-ാം തീയതി ഞാൻ പെട്ട ഒരവസ്ഥ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പൈസകളൊന്നും റെഡിയായിട്ടില്ല കേട്ടോ. സർജറിക്ക് വേണ്ട എമൗണ്ടുകളൊന്നും റെഡിയായിട്ടില്ല. കുറച്ച് എമൗണ്ടുകൾ മാത്രമേ റെഡിയായിട്ടുള്ളൂ. പിന്നെ ബാക്കി എമൗണ്ടിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടങ്ങളായിരുന്നു. അതിനുശേഷം അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അന്ന് അങ്ങനെ ഒരിടത്തോട്ടും പോയില്ല. സാധനങ്ങളൊക്കെ കൊണ്ടുവരിക എടുക്കുകയൊക്കെയുള്ള അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ മരുന്ന് നമുക്ക് എമർജൻസി ആയിരുന്നു, മരുന്നിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണം, അതിൻ്റെ കാര്യം. പിന്നെ 8-ാം തീയതി എന്ന് പറയുന്ന ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടില്ല. ഞാനും ചേട്ടനും മോളും മാത്രമാണ് അന്നത്തെ ദിവസം അവിടെ ഇരുന്നത്. ഞാനും ചേട്ടനും രാവിലെ ഇറങ്ങിയതാണ്. ഓട്ടത്തോടോട്ടമായിരുന്നു അന്നത്തെ ദിവസം. അങ്ങനെ അന്ന് വൈകുന്നേരം ആയപ്പോൾ എല്ലാം സെറ്റായി. പിറ്റേ ദിവസം നമുക്ക് സർജറിയും ഫിക്സായി. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സർജറിക്ക് മുന്നേ നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. വളരെ വളരെ കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട ഒരു നിമിഷമാണ്. നമ്മളൊക്കെ ഇതാ ഇപ്പോൾ രേണുസുതി ഒരു കീമോ എടുത്തപ്പോഴേ ICUലായെന്നാണ് കേൾക്കുന്നത്. അത്രയ്ക്ക് ഹെൽത്തി കുറവാണ്, അവരുടെ ശരീരത്തിൻ്റെ ഹെൽത്ത് കുറവാണ്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ആകുന്നത്. എൻ്റെ പൊന്നെ ഒന്നും ആലോചിക്കാനേ ഇല്ല, പറയാനേ ഇല്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ സമ്മതിക്കണം, ഈ ഒരു പൊടി കുഞ്ഞിനെ. ഈ സത്യം എനിക്കത് ഓർക്കാൻ പോലും പറ്റുന്നില്ല. എത്രമാത്രം ഡോസ് കൂടിയിട്ട് അവൻ അനുഭവിച്ച ആ ഒരു ബുദ്ധിമുട്ട്. ഫിക്സ് വന്ന് സത്യം പറഞ്ഞാൽ ജീവൻ വരെ അപകടത്തിലാകുന്ന ഒരു സംഭവമായിരുന്നു. അവിടെയും അവൻ പതറാതെ പിടിച്ചു നിന്നു. ഫിക്സ് 2ാമതൊരിക്കൽ വന്നു. ഈ കീമോയുടെ പ്രശ്നത്തിൽ തന്നെയാണ്. അന്നത്തെ ദിവസം അവൻ വെട്ടി കുടഞ്ഞ് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ എന്തോ ഒരു സൗണ്ട് കേട്ട് ഞാൻ ഓടിച്ചെന്ന് ഇവൻ്റെ ശരീരത്തിൽ പിടിച്ച് നോക്കിയപ്പോൾ ഇവൻ്റെ ശരീരത്തിൽ ചെറിയൊരു വെട്ടൽ അനുഭവിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ അന്നത്തെ പോലെ ചെറിയതായിട്ടൊരു വെട്ടൽ കൊണ്ടിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവൻ കൂളായിട്ട് എണീറ്റ് നിന്നിട്ട് എന്നോട് പറയാൻ അമ്മയ്ക്ക് തോന്നുന്നേ അമ്മ പോ അവിടെ നിന്ന് വെച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല. പറഞ്ഞ് തീർന്ന ആ സെക്കൻഡിൽ ഇവൻ വെട്ടി. അവൻ്റെ കാലൊന്നും സർജറി ചെയ്തിട്ടില്ല. ആ കാലൊക്കെ അവൻ എങ്ങനെ എടുത്ത് വളച്ചൊടിച്ച് ഇങ്ങനെ ആക്കിയെന്നറിയില്ല. ചുണ്ടൊക്കെ കടിച്ച് പൊട്ടിച്ച് ചോര ഒലിച്ച് എന്തൊരു വെട്ടലായിരുന്നെന്നറിയോ. ഞാനും മോളും മാത്രമേ ഉണ്ടായിരുന്നു. എൻ്റെ വിളി കേട്ട് ആ നാട്ടുകാർ മൊത്തം ഓടിക്കൂടിയിട്ടുണ്ട്. അന്നത്തെ എൻ്റെ അലർച്ചയും വിളിയും കേട്ട് ലാസ്റ്റ് ഇവനെ ഞാൻ ഒറ്റയ്ക്ക് തൂക്കിയെടുത്ത് വെളിയിൽ കൊണ്ടുവന്നപ്പോൾ ഒരു അപ്പൂപ്പൻ വന്നു. ആ അപ്പൂപ്പൻ്റെ സഹായത്തോടെ ഞാൻ റോഡിലെത്തിച്ച്. വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അന്ന് ഞാൻ അനുഭവിച്ചത് കേട്ടോ. പക്ഷേ ഇന്നെല്ലാം ഒരു ഓർമ്മകൾ മാത്രമായിട്ട് നിൽക്കുകയാണ്. ഇനിയുള്ള ദിവസവും എന്നെ ദൈവം വഴി നടത്തുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സന്തോഷമായിട്ട് ഞാൻ മുന്നോട്ട് പോവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത്രയും വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ച ദൈവം എന്നെ ഇനിയും രക്ഷിക്കാൻ വരുമെന്നുള്ള ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ട് അടുത്തൊരു വീഡിയോയിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ചാനൽ പുതിയതായിട്ട് കാണുന്നവരെല്ലാം സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം.